നമസ്കാരം. ദൂരദർശൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ലക്ഷ്മി ശ്രീവിജയ. പ്രധാന വാർത്തകൾ. ഗുജറാത്തിന്റെ സമഗ്ര വികസനത്തിനുള്ള 3 പ്രധാന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. കോവിഡ് പ്രതിരോധ മാർഗ്ഗങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി നരേന്ദ്രമോദി. അംഗീകാരം ലഭിക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കിയാൽ കോവിഡ് പ്രതിരോധ വാക്സിൻ അടുത്ത വർഷം ജൂണിനകം തയ്യാറാകുമെന്ന് ഭാരത് ബയോടെക്. അടുത്ത മാസം നടക്കുന്ന 3ാം ഘട്ട പരീക്ഷണത്തിൽ 26,000 പേർ പങ്കെടുക്കും. രാജ്യത്ത് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം കുറയുന്നു. അടുത്ത 3 മാസം നിർണായകമെന്ന് കേന്ദ്രം. മരിച്ച കോവിഡ് രോഗിയുടെ മുഖം അവസാനമായി കാണാൻ അനുവദിക്കുമെന്ന് കെ ശൈലജ. ഐക്യരാഷ്ട്രസഭയുടെ 75ാം വാർഷികം ഇന്ന്. കോവിഡ് മഹാമാരിയെ അതിജീവിക്കാൻ കൂട്ടായ പരിശ്രമം ത്വരിതപ്പെടുത്തണമെന്ന് വാർഷിക സന്ദേശത്തിൽ UN സെക്രട്ടറി ജനറൽ. സിബിഐയെ നേരിട്ട് കേസെടുക്കുന്നതിൽ തടയാനാകില്ലെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ. സംസ്ഥാന ഗവൺമെന്റ് സിബിഐ അന്വേഷണത്തെ ഭയപ്പെടുന്നതായി മുല്ലപ്പള്ളി രാമചന്ദ്രൻ. സുഡാൻ ഇസ്രായേൽ ബന്ധം സാധാരണ നിലയിലാക്കാൻ ധാരണയായതായി US പ്രസിഡന്റ്. ധാരണ പലസ്തീൻ ജനതയോടുള്ള മറ്റൊരു വഞ്ചനയെന്ന് PLO. ഗുജറാത്തിലെ 3 പ്രധാന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ തുടക്കം കുറിച്ചു. വൈദ്യുത വിതരണത്തിനായി ഗുജറാത്ത് ഗവൺമെന്റ് പ്രഖ്യാപിച്ച കർഷകർക്കായുള്ള കിസാൻ സൂര്യോദയ യോജന പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. 3,500 കോടി രൂപയുടെ പദ്ധതിയാണ് കിസാൻ സൂര്യോദയ യോജന. UN मेहता इंस्टीट्यूट ऑफ कार्डियोलॉजी एंड रिसर्च सेंटर संलग्न स्वास्थ्य एवं परिवार कल्याण विभाग गुजरात सरकार द्वारा निर्मित बाल हृदय रोग अस्पताल का लोकार्पण. अच्छी तरह याद है ना 80-90 के दशक में जन्मे मेरे प्यारे दोस्तों. वो भी एक समय था गुजरात में जब खाना खाने बैठते और बिजली चली जाती थी. फिर एक दिन नरेंद्र भाई ने, किसी ने सोचा नहीं था, ऐसा कदम उठाया. गुजरात का सौराष्ट्र, जहां विराजमान है भगवान सोमनाथ और द्वारका में श्री कृष्ण. इन्हीं के पास जूनागढ़ में स्थित है गिरनार. लाखों श्रद्धालुओं की आस्था का प्रतीक और आध्यात्म का ये क्षेत्र जितना खूबसूरत है उतना ही कठिन है. लंबी चढ़ाई और थका देने वाले रास्ते दर्शन को बना देते हैं कठिन. UN मेधा ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാർഡിയോളജി ആൻഡ് റിസർച്ച് സെന്ററിനോടനുബന്ധിച്ചുള്ള പീഡിയാട്രിക് ഹാർട്ട് ഹോസ്പിറ്റലും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. അഹമ്മദാബാദ് സിവിൽ ആശുപത്രിയിൽ ടെലി കാർഡിയോളജിക്കുള്ള മൊബൈൽ ആപ്ലിക്കേഷനും അദ്ദേഹം പുറത്തിറക്കി. ഗിർനാറിലെ റോപ്പ് വേക്കും പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. കഴിഞ്ഞ 2 ദശകങ്ങളായി ഗുജറാത്തിലെ ആരോഗ്യരംഗത്ത് അഭൂതപൂർവമായ പ്രവർത്തനങ്ങളാണ് നടന്നിട്ടുള്ളതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരം ഗുജറാത്തിലെ 21 ലക്ഷം പേർക്ക് സൌജന്യ ചികിത്സ ലഭ്യമാക്കി. 500-ലധികം ജൻ ഔഷധി കേന്ദ്രങ്ങളാണ് ഗുജറാത്തിൽ തുറന്നിട്ടുള്ളത്. ഗ്രാമങ്ങളെ മികച്ച ആരോഗ്യ സൌകര്യങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള വലിയ പ്രവർത്തനങ്ങളാണ് സംസ്ഥാനത്ത് നടന്നത്. വൈദ്യുതിക്കൊപ്പം ജലസേചന, കുടിവെള്ള മേഖലയിലും ഗുജറാത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. गुजरात हमेशा से असाधारण सामर्थ्य वाले लोगों की भूमि रही है. पूज्य बापू और सरदार पटेल से लेकर गुजरात के अनेक सपूतों ने देश को सामाजिक और आर्थिक नेतृत्व दिया है. मुझे खुशी है कि किसान सूर्योदय योजना के माध्यम से गुजरात फिर एक नई पहल के साथ सामने आया है. सुजलाम सुफलाम और सौनी योजना के बाद अब सूर्योदय योजना गुजरात के किसानों के लिए मील का पत्थर साबित होगी. किसान सूर्योदय योजना में सर्वोच्च प्राथमिकता गुजरात के किसानों की आवश्यकता को दी गई है. बिजली के क्षेत्र में बरसों से गुजरात में जो काम हो रहे थे वो इस योजना का बहुत बड़ा आधार बने हैं.
एक समय था ശിവരാജ്പൂർ ബീച്ചിന് ബ്ലൂ ഫ്ളാഗ് അന്താരാഷ്ട്ര അംഗീകാരം ലഭിച്ചു. പരിസ്ഥിതി വികസന പ്രവർത്തനങ്ങൾ വിനോദസഞ്ചാരികളെ കൂടുതലായി ആകർഷിക്കുകയും തദ്ദേശീയമായി പുതിയ തൊഴിലവസരങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. बच्चों की കോവിഡ് പ്രതിരോധ മാർഗ്ഗങ്ങൾ കർശനമായി പാലിക്കണമെന്നും ചടങ്ങിൽ പ്രധാനമന്ത്രി ഓർമ്മപ്പെടുത്തി. കോവിഡ് പ്രതിരോധത്തിനുള്ള കോവാക്സിന് അംഗീകാരം ലഭിക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കിയാൽ 2021 ജൂണിനകം തയ്യാറാകുമെന്ന് ഭാരത് ബയോടെക്. 12 മുതൽ 14 സംസ്ഥാനങ്ങളിലെ വോളണ്ടിയർമാരിൽ കോവാക്സിൻ പരീക്ഷിക്കാനാണ് തീരുമാനമെന്ന് ഭാരത് ബയോടെക് ഇന്റർനാഷണൽ ലിമിറ്റഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ സായ് പ്രസാദ് പറഞ്ഞു. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന കോവാക്സിന്റെ അവസാനഘട്ട ക്ലിനിക്കൽ പരീക്ഷണങ്ങൾക്ക് കഴിഞ്ഞ ദിവസം അനുമതി ലഭിച്ചിരുന്നു. ഡിസിജിഐയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സബ്ജക്ട് എക്സ്പേർട്ട് കമ്മിറ്റി നിബന്ധനകളോടെയാണ് അനുമതി നൽകിയത്. ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചുമായി സഹകരിച്ച് ഭാരത് ബയോടെക് ആണ് വാക്സിൻ വികസിപ്പിച്ചത്. അടുത്ത മാസം ആദ്യയാഴ്ചയാണ് മൂന്നാംഘട്ട പരീക്ഷണം നടത്താൻ ലക്ഷ്യമിടുന്നത്. രാജ്യത്തെ 25 കേന്ദ്രങ്ങളിലായി 26,000 പേരാണ് മൂന്നാംഘട്ട പരീക്ഷണത്തിൽ പങ്കെടുക്കുക. 1ഉം 2ഉം ഘട്ട പരീക്ഷണങ്ങളുടെ വിവരങ്ങൾ കമ്പനി സമർപ്പിച്ചു കഴിഞ്ഞു. രാജ്യത്ത് അടുത്ത 3 മാസം കോവിഡ് വ്യാപനത്തിന്റെ നിർണായക ഘട്ടമായിരിക്കുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ. ഉത്തർപ്രദേശിലെ കോവിഡ് സ്ഥിതിഗതികൾ വീഡിയോ കോൺഫറൻസിംഗ് വഴി വിലയിരുത്തവെയാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. കഴിഞ്ഞ 3 മാസം കോവിഡ് പ്രതിരോധത്തിൽ മികച്ച പുരോഗതി കൈവരിക്കാനായി. ദിനംപ്രതി 95,000 കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 55,000 കുറഞ്ഞിട്ടുണ്ട്. രോഗമുക്തി നിരക്ക് 90% അടുക്കുകയാണെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി അറിയിച്ചു. अभी जो फेस्टिवल्स का सीजन शुरू हुआ है, जिसके कारण सारे देश में लोगों को जो कोविड एप्रोप्रिएट बिहेवियर है उसको नेग्लेक्ट करके और इकट्ठा होने की संभावनाएं हैं. गरीब बस्तियों में सभी जगह पर दोबारा से ध्यान आकृष्ट करने की दृष्टि से, जिसमें कि इन 2 इम्पेंडिंग खतरों के कारण केसेस का देश में दोबारा से सर्ज ना हो, दोबारा से उनकी नंबर्स में बढ़ोतरी ना हो. अगर अगले 3 महीने हमने प्रिकॉशंस, सावधानियां पूरा विजिलेंट रहकर और जहां तक हो सके फेस्टिवल्स को अपने परिवार के साथ घर में मनाने, ये सारी जो छोटी छोटी बातें हैं इनको आग्रह पूर्वक सारे सरकारों को, सभी स्वयंसेवी संस्थाओं को, अधिकारियों को अपने अपने क्षेत्र में फैलाने की आवश्यकता है. രാജ്യത്തെ പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം കുറയുന്നു. നിലവിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 6,80,680 ആയി. തുടർച്ചയായ 2ാം ദിവസമാണ് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 6 ലക്ഷത്തിൽ താഴെയെത്തുന്നത്. 24 മണിക്കൂറിനിടെ 53,370 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ രാജ്യത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 78 ലക്ഷം കവിഞ്ഞു. 650 മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണസംഖ്യ 1,17,000 മുകളിലായി. 67,549 പേർ കൂടി രോഗമുക്തരായതോടെ കോവിഡ് ഭേദമായവരുടെ എണ്ണം 70 ലക്ഷം കവിഞ്ഞു. സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് മരിച്ചയാളുടെ മുഖം അവസാനമായി അടുത്ത ബന്ധുക്കൾക്ക് കാണാൻ അവസരം നൽകുമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് ജീവനക്കാരന് ഇതിനുള്ള അവസരമൊരുക്കാം. ഇത് സംബന്ധിച്ച പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. അതേസമയം സംസ്ഥാനത്ത് കോവിഡ് ചികിത്സയിലുള്ളവരുടെ എണ്ണം 95,600 കവിഞ്ഞു. 3 ജില്ലകളിൽ 10,000 മുകളിലാണ് ചികിത്സയിലുള്ളവരുടെ എണ്ണം. സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ പ്രകാരം 2020 ജനുവരി 30-നാണ് കേരളത്തിൽ ആദ്യ കോവിഡ് കേസ് സ്ഥിരീകരിച്ചത്. പിന്നീട് മാർച്ച് മാസമായതോടെ കോവിഡ് രോഗികളുടെ എണ്ണം ഇരട്ടയക്കം കടന്നു. മാർച്ച് അവസാനത്തോടെ ചികിത്സയിലുള്ളവരുടെ എണ്ണം 100 കവിയുകയും ആദ്യ മരണം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. കോവിഡ് ചികിത്സയിലുള്ളവരുടെ എണ്ണത്തിൽ നേരിയ കുറവ് രേഖപ്പെടുത്തിയത് മെയ് മാസം മുതലായിരുന്നു. മെയ് മാസം പകുതിയിലെത്തിയപ്പോൾ ചികിത്സയിലുള്ളവരുടെ എണ്ണം 102-ൽ നിന്നും 87-ലെത്തിക്കാൻ സാധിച്ചു. പിന്നീട് രോഗവ്യാപനം വർദ്ധിക്കുകയും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ജൂൺ മാസത്തിലാണ് കേരളത്തിൽ കോവിഡ് രോഗികളുടെ പ്രതിദിന എണ്ണം 1000 കടക്കുന്നത്. ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ ഇത് 10,000 കടന്നു. നിലവിൽ ചികിത്സയിലുള്ളവരുടെ കണക്കുകൾ കോവിഡിനെതിരെയുള്ള ജാഗ്രത ശക്തമായി തുടരണമെന്ന മുന്നറിയിപ്പാണ് നൽകുന്നത്. തലസ്ഥാന ജില്ലയിൽ കോവിഡ് പ്രതിദിന രോഗികളുടെ എണ്ണം കുറയുന്നത് ആശ്വാസകരമാണെങ്കിലും പ്രതിരോധ മാർഗ്ഗങ്ങളിൽ അലംഭാവം പാടില്ലെന്നാണ് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. രോഗമുക്തി നേടുന്നവരുടെ എണ്ണം ഉയരുന്നതും ആശ്വാസകരമാകുന്നു. എന്നാൽ കോവിഡ് ഭേദമായവരിൽ ശാരീരിക അവശതകൾ ദീർഘകാലം നിലനിൽക്കുന്ന അവസ്ഥ പുതിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. തുടരണം ജീവന്റെ വിലയുള്ള ജാഗ്രത. പ്രതിരോധിക്കാം കോവിഡിനെ. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.
കോവിഡ് വ്യാപനം തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഈ മാസം 31 വരെ സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്തി. സാമൂഹിക അകലം ഉൾപ്പെടെയുള്ള കോവിഡ് പെരുമാറ്റച്ചട്ടങ്ങൾ പാലിക്കാതെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ജനങ്ങൾ കൂടുന്ന സാഹചര്യത്തിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. വിവരങ്ങളുമായി കെ.ഒ. ശശിധരൻ. സാമൂഹിക അകലം ഉൾപ്പെടെയുള്ള കോവിഡ് പെരുമാറ്റച്ചട്ടങ്ങൾ പാലിക്കാതെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ആളുകൾ തടിച്ചുകൂടുന്ന സാഹചര്യത്തിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കുട്ടികളും പ്രായമായവരും ഉൾപ്പെടെ ബീച്ചുകളിലും മറ്റും കൂട്ടമായി എത്തുന്നവർ ജില്ലയിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ ദുർബലപ്പെടുത്തുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. ജില്ലയിൽ 144 വകുപ്പ് പ്രകാരമുള്ള നിരോധനാജ്ഞ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പൊതുചടങ്ങുകളിൽ അനുവദനീയമായതിൽ കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്നില്ലെന്ന് ബന്ധപ്പെട്ടവർ ഉറപ്പുവരുത്തണമെന്നും അല്ലാത്തപക്ഷം സംഘാടകർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ കലക്ടർ അറിയിച്ചു. അതിനിടെ കോവിഡ് പെരുമാറ്റച്ചട്ട ലംഘനങ്ങൾക്കെതിരെ സെക്ടർ മജിസ്ട്രേറ്റുമാർ ജില്ലയിൽ ഇതുവരെ 15,820 കേസുകളാണ് ചാർജ് ചെയ്തത്. മാസ്ക് ധരിക്കാത്തതിന് മാത്രം 10,000-ലേറെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത്തരക്കാർക്കെതിരെ പിഴ ഈടാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. വരും ദിനങ്ങളിലും സെക്ടർ മജിസ്ട്രേറ്റുമാരുടെ പരിശോധന കർശനമായി തുടരാനാണ് തീരുമാനം. കോവിഡ് വ്യാപനം വരും മാസങ്ങളിൽ രൂക്ഷമാകുമെന്ന മുന്നറിയിപ്പുമായി ലോകാരോഗ്യ സംഘടന. നിരവധി രാജ്യങ്ങളിൽ വൈറസ് വ്യാപനം വർദ്ധിച്ചുവരികയാണെന്ന് ലോകാരോഗ്യ സംഘടനാ മേധാവി ടെഡ്രോസ് അദനോം ഗബ്രിയേസസ് ജനീവയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. Conduct honest analysis and consider the good, the bad and the ugly. I have a specific message for those countries that have successfully brought COVID-19 transmission under control. Now is the time to double down to keep transmission at a low level. Be vigilant, be ready to identify case and clusters and take quick action. Do not allow the virus to take hold again. Second, for those countries where cases, hospitalizations and ICU rates are rising, make the necessary adjustments and course correct as quickly as possible. ചില രാജ്യങ്ങൾ അപകടകരമായ പാതയിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ലോകത്ത് രജിസ്റ്റർ ചെയ്ത പുതിയ കോവിഡ് കേസുകളിൽ പകുതിയിലേറെയും യൂറോപ്പിൽ നിന്നാണെന്നും ടെഡ്രോസ് അദനോം ഗബ്രിയേസസ് അറിയിച്ചു. ലോകത്താകമാനം കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 4,24,00,000 കടന്നു. മരണസംഖ്യ 11,48,000-ത്തിലധികമായി. 3,14,00,000-ലേറെ പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ള അമേരിക്കയിൽ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 87,00,000 കവിഞ്ഞു. ഇവിടെ 2,29,000-ത്തിലേറെ പേർ മരണമടഞ്ഞു. രോഗബാധിതരുടെ എണ്ണത്തിൽ ഇന്ത്യ 2ാം സ്ഥാനത്താണ്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള കോവിഡ് പ്രതിരോധ പോരാട്ടത്തിന് പിന്തുണ അറിയിച്ച് ഫാദർ ഡേവിസ് ചിറമേൽ. COVID-19 ക്ലൂ സുരേഷ് തിരിഞ്ഞങ്ങ് നോക്കി. മുറ്റത്ത് മൈനല്ല, മുറ്റത്ത് COVID-19. എന്റെ ജീവനും ജീവിതത്തിന്റെ ഇടയിൽ ഒരു പ്രതിരോധം ഞാൻ തീർത്തില്ലെങ്കിൽ കാണാൻ പറ്റാത്തൊരു സാധനമുണ്ട്. എന്ത്? ഈ COVID-19. പ്രിയമുള്ളവരെ, ഈ സമൂഹത്തിന്റെ നന്മയ്ക്കും സ്വന്തം ജീവനും സംരക്ഷണം നൽകാൻ ഒരാളുള്ളൂ. അതാരാ? ഞാനാണെന്ന് സൂക്ഷിക്കുക. നമ്മുടെ ജീവനും ജീവിതവും നമ്മുടെ കൈകളിൽ. ജാഗ്രത. സ്നേഹത്തോടെ പറയണട്ട ഞാൻ. ഒന്ന് ശ്രദ്ധിച്ചൂടോ. ഐക്യരാഷ്ട്രസഭയുടെ 75ാം വാർഷികം ഇന്ന്. ലോകം മുഴുവൻ ഒരു മഹാമാരിക്ക് മുന്നിൽ പകച്ചു നിൽക്കുന്ന ഈ കാലയളവിൽ ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടലുകൾ എടുത്തു പറയേണ്ടതാണ്. ഒന്നാം ലോകമഹായുദ്ധാനന്തരം രൂപം കൊണ്ട സാർവരാജ്യ സംഘം വിസ്മൃതിയിലായതോടെയാണ് ലോകസമാധാനത്തിനായി 1945 ജൂൺ 24-ന് 51 രാജ്യങ്ങളുടെ പ്രതിനിധികൾ സാൻ ഫ്രാൻസിസ്കോയിൽ ഒത്തുകൂടി UN ചാർട്ടർ ഒപ്പുവെച്ചത്. 4 മാസങ്ങൾക്ക് ശേഷം ഒക്ടോബർ 24-ന് UN ചാർട്ടർ നിലവിൽ വന്നു. പിന്നീട് ഇങ്ങോട്ട് 1948 മുതൽ ഐക്യരാഷ്ട്ര ദിനമായി ആചരിച്ചു. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റാണ് യുണൈറ്റഡ് നേഷൻ എന്ന പേര് നിർദ്ദേശിച്ചത്. സംഘടനയുടെ നിയമപുസ്തകമാണ് ചാർട്ടർ എന്നറിയപ്പെടുന്നത്. മാനവരാശിയെ യുദ്ധത്തിൽ നിന്നും രക്ഷിക്കുക, സ്ത്രീ പുരുഷ സമത്വം ഉറപ്പുവരുത്തുക, സാമൂഹിക പുരോഗതിയും ജീവിത നിലവാരവും ഉയർത്തുന്നതിനായി നിലകൊള്ളുക, രാജ്യാന്തര നിയമങ്ങളെയും നീതിയെയും പിന്തുണയ്ക്കുക തുടങ്ങിയവയാണ് സംഘടനയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ. ലോകത്തെ ഭൂരിപക്ഷ രാജ്യങ്ങളും UN-ൽ അംഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും വലിയ സംഘടനയെന്നും UN-നെ വിശേഷിപ്പിക്കാം. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനുള്ള പൊതുവേദി കൂടിയാണ് ഐക്യരാഷ്ട്ര സംഘടന. വലിപ്പച്ചെറുപ്പമോ സമ്പത്തോ പരിഗണിക്കാതെ ഏത് സ്വതന്ത്ര രാഷ്ട്രത്തിനും UN-ൽ അംഗമാകാം. എല്ലാ അംഗരാഷ്ട്രങ്ങൾക്കും
തുല്യസ്ഥാനവും ഐക്യരാഷ്ട്ര സംഘടന നൽകുന്നു. യുഎസിലെ ന്യൂയോർക്ക് സിറ്റിയിലാണ് സംഘടനയുടെ ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്നത്. സ്വന്തമായി പതാകയും സ്റ്റാമ്പും പോസ്റ്റ് ഓഫീസുമുള്ള ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് 6 ഔദ്യോഗിക ഭാഷകളാണുള്ളത്. അറബിക്, ചൈനീസ്, ഇംഗ്ലീഷ്, സ്പാനിഷ്, റഷ്യൻ, ഫ്രഞ്ച് എന്നിവയാണിവ. യുഎന്നിന്റെ പ്രധാന ഘടകങ്ങളായ ജനറൽ അസംബ്ലി, സെക്യൂരിറ്റി കൌൺസിൽ, സെക്രട്ടേറിയറ്റ്, എക്കണോമിക് ആൻഡ് സോഷ്യൽ കൌൺസിൽ, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, ട്രസ്റ്റിഷിപ്പ് കൌൺസിൽ എന്നിവ കൂടാതെ സമൂഹത്തിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന നിരവധി ഏജൻസികളും കമ്മിറ്റികളും നിലവിലുണ്ട്. സെക്യൂരിറ്റി കൌൺസിലാണ് ഇതിലെ ഏറ്റവും പ്രധാന സഭ. 5 സ്ഥിരാംഗങ്ങൾ ഉൾപ്പെടെ 15 അംഗങ്ങളാണ് സെക്യൂരിറ്റി കൌൺസിലിൽ ഉള്ളത്. 18ഓളം സ്പെഷ്യൽ ഏജൻസികളും 14ലധികം കമ്മിറ്റികളും സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. 1950 ഒക്ടോബർ 30-നാണ് ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വം നേടിയത്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ. ലോകം മുഴുവനും ഇപ്പോൾ കോവിഡ് മഹാമാരി എന്ന ഒരേയൊരു ശത്രുവിനെയാണ് നേരിടുന്നതെന്ന് യുഎൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് വാർഷിക ദിന സന്ദേശത്തിൽ പറഞ്ഞു. രാജ്യങ്ങൾ യുദ്ധം ചെയ്യേണ്ടത് കോവിഡിനെതിരെയാണെന്നും ഗുട്ടറസ് ഓർമ്മിപ്പിച്ചു. The 75th anniversary of the United Nations falls in the middle of a global pandemic. Our founding mission is more critical than ever to promote human dignity, protect human rights, respect international law, and save humanity from war. When the pandemic hit, I called for a global ceasefire. In our world today, we have one common enemy, COVID-19. Now is the time for a stepped-up push for peace to achieve a global ceasefire. The clock is ticking. And we must also make peace with our planet. The climate emergency threatens life itself. We must mobilize the whole world to reach carbon neutrality, net zero emissions of greenhouse gases by 2050. A growing number of cities, countries and companies have already pledged to meet this goal. Around the world, we must do more to end human suffering from poverty. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരിപാടി മൻ കി ബാത്തിന്റെ 70ാം പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക് ദൂരദർശനിലും ആകാശവാണിയിലും പരിപാടി തത്സമയം തുടർന്നുള്ള ഭാഷ ഡിഡി മലയാളത്തിലുണ്ടായിരിക്കും. ആകാശവാണി, ഡിഡി ന്യൂസ്, പിഎംഒ, വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിൽ തത്സമയ സംപ്രേഷണവും ഉണ്ടാകും. ബീഹാറിൽ 1ാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യപ്രചാരണം തിങ്കളാഴ്ച അവസാനിക്കും. പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പുറമെ പ്രമുഖ പാർട്ടികളുടെ ദേശീയ നേതാക്കളും രംഗത്തുണ്ട്. ഈ മാസം 28-നാണ് 71 മണ്ഡലങ്ങളിലേക്കുള്ള ആദ്യഘട്ട വോട്ടെടുപ്പ്. ഭഗൽപൂർ, ഗയ, സസാരം എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് റാലികളിൽ പ്രധാനമന്ത്രി ഇന്നലെ പങ്കെടുത്തിരുന്നു. ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ ഇന്ന് വിവിധ തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കും. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രിക രാഷ്ട്രീയ ജനതാദൾ പുറത്തിറക്കി. പട്നയിൽ ആർജെഡി നേതാവ് തേജസ്വി യാദവാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. മഹാരാഷ്ട്രയിൽ മഴക്കെടുതികൾ നേരിടാൻ സംസ്ഥാന ഗവൺമെന്റ് 10,000 കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ചു. ദീപാവലിക്ക് മുൻപായി ധനസഹായം ദുരിതബാധിതർക്ക് എത്തിക്കാൻ ശ്രമിക്കുമെന്ന് മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ മുംബൈയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കരിമ്പ്, സോയാബീൻ, പരുത്തി ഉൾപ്പെടെയുള്ള കൃഷിയെയാണ് മഴ പ്രതികൂലമായി ബാധിച്ചത്. സോലാപൂർ, സത്താര, ഒസ്മാനാബാദ്, ലാത്തൂർ, ഔറംഗാബാദ് ജില്ലകളിൽ മഴക്കെടുതി രൂക്ഷമാണ്. ഗവൺമെന്റ് അനുവദിച്ചിരിക്കുന്ന തുക കർഷകർക്കുള്ള ധനസഹായത്തിന് പുറമെ വീടുകളുടെ പുനർനിർമ്മാണം, റോഡ്, പാലങ്ങൾ എന്നിവയുടെ അറ്റകുറ്റപ്പണികൾ തുടങ്ങിയവയ്ക്കും വിനിയോഗിക്കും. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. പുതിയ മന്ദിരത്തിന്റെ നിർമ്മാണ പുരോഗതിയും സൌകര്യങ്ങളും യോഗത്തിൽ ഓം ബിർള വിശദീകരിച്ചു. നിർമ്മാണ സമയത്തുണ്ടാകുന്ന ശബ്ദ അന്തരീക്ഷ മലിനീകരണം തടയാനുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കുന്നതും യോഗത്തിൽ ചർച്ചയായി. ഈ വർഷം ഡിസംബറിൽ നിർമ്മാണം ആരംഭിച്ച് 2022-ൽ മന്ദിരനിർമ്മാണം പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് സ്പീക്കർ പറഞ്ഞു. നീതി ആയോഗും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയവും സംഘടിപ്പിക്കുന്ന വാർഷിക പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി പങ്കെടുക്കും. തിങ്കളാഴ്ച വീഡിയോ കോൺഫറൻസിംഗ് മുഖേനയാണ് പരിപാടി. പ്രമുഖ ആഗോള എണ്ണവാതക കമ്പനികളുടെ 45 സിഇഒമാരുമായി പ്രധാനമന്ത്രി സംവദിക്കും. 5ാമത് വാർഷിക പരിപാടിയാണ് മറ്റന്നാൾ നടക്കുന്നത്. എണ്ണ, പ്രകൃതിവാതക മേഖലയിൽ വർദ്ധിച്ചുവരുന്ന ആവശ്യം നിറവേറ്റുന്നതിനായി 2030ഓടെ $300 ബില്യൺ നിക്ഷേപം സംബന്ധിച്ചും പരിപാടിയിൽ ചർച്ച നടക്കും. ഇനി വാർത്തകൾ
ഡൽഹിയിൽ വായു മലിനീകരണം രൂക്ഷമാകുന്നു. ജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് ഡൽഹി മലിനീകരണ ബോർഡ് മുന്നറിയിപ്പ് നൽകി. വായു ഗുണനിലവാര സൂചിക 432 എത്തി. 8 മാസത്തെ ഏറ്റവും മോശമായ വായു മലിനീകരണമാണ് ഡൽഹിയിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ഈ വർഷത്തെ സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷയിൽ യോഗ്യത നേടിയവർക്ക് മെയിൻ പരീക്ഷയ്ക്കുള്ള അപേക്ഷ ബുധനാഴ്ച മുതൽ നൽകാം. അടുത്ത മാസം 11-ാം തീയതി വൈകിട്ട് 6 വരെ അപേക്ഷ സമർപ്പിക്കാം. ജനുവരി 8-നാണ് മെയിൻ പരീക്ഷ. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിലുള്ള അന്തിമ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് 27 മുതൽ 31 വരെ വീണ്ടും അവസരമുണ്ടാകുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഭാസ്കരൻ. വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ ഒഴിവാക്കുന്നതിനും തിരുത്തുന്നതിനുമുള്ള അപേക്ഷകളും ഇതോടൊപ്പം സമർപ്പിക്കാം. പേരുകൾ ചേർക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനും സ്ഥാനമാറ്റം നടത്തുന്നതിനും lstelection.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈൻ അപേക്ഷകളാണ് നൽകേണ്ടത്. മഹാരാഷ്ട്രയിലെ യുവാക്കൾക്കായി മെഗാ റിക്രൂട്ട്മെന്റ് ഡ്രൈവ് പ്രഖ്യാപിച്ചു. ഇതോടെ വർഷങ്ങളായി ഒഴിഞ്ഞെടുക്കുന്ന 8500 തസ്തികകൾ നികത്താൻ സാധിക്കുമെന്ന് ഗവൺമെന്റ് വ്യക്തമാക്കി. 2005-ൽ മഹാരാഷ്ട്ര സംസ്ഥാന വൈദ്യുതി ബോർഡ് പുനഃസംഘടിപ്പിച്ചതിനു ശേഷം നിയമനങ്ങളൊന്നും നടന്നിട്ടില്ല. ITI വിദ്യാർത്ഥികൾക്കും എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്കും ഈ തീരുമാനം പ്രയോജനപ്പെടുമെന്നും മഹാരാഷ്ട്ര ഗവൺമെന്റ് വ്യക്തമാക്കി. ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസിന്റെ 59ാം സ്ഥാപക ദിനം ഇന്ന്. അതിർത്തിയിൽ ജാഗ്രത വർദ്ധിപ്പിക്കുന്നതിന് 47 അധിക ഔട്ട്പോസ്റ്റുകൾ സ്ഥാപിക്കാൻ ITBPക്ക് ഗവൺമെന്റ് അനുമതി നൽകിയതായി കേന്ദ്ര സഹമന്ത്രി ജി കിഷൻ റെഡ്ഡി പറഞ്ഞു. കോവിഡ് കാലത്ത് ITBPയുടെ സേവനം സ്തുത്യർഹമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ITBP സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഗ്രേറ്റർ നോയിഡയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. वीर जवानों, देश हमेशा आपके साथ खड़ा है. आप लोगों का सेवा भाव दृढ़ है. हिमवीरों के त्याग का देश हमेशा सम्मान करते हैं. आदरणीय प्रधानमंत्री नरेंद्र मोदी जी, माननीय गृह मंत्री श्री अमित शाह जी के तरफ से मैं एक बार फिर आप सबको ITBP के स्थापना दिवस के लिए ചൈന അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുന്ന ഇന്ത്യയുടെ അർദ്ധസൈനിക വിഭാഗമാണ് ITBP. പർവ്വതാരോഹണത്തിൽ പ്രത്യേക പരിശീലനം ലഭിച്ച സൈനികരാണ് ഈ അർദ്ധസൈനിക വിഭാഗത്തിന്റെ ശക്തി. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ രാജ്യത്തെ ജനങ്ങൾക്ക് ദുർഗാപൂജ ആശംസകൾ നേർന്നു. സ്ത്രീകളോടുള്ള ആദരവ് ഈ ഉത്സവത്തിൽ ശക്തമായി ചിത്രീകരിച്ചിട്ടുണ്ടെന്ന് രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു. ഏത് പ്രതിസന്ധിയെയും നാം ഐക്യത്തോടെ നേരിടാമെന്ന സന്ദേശമാണ് ഈ ദിനം നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. തിന്മയ്ക്കെതിരായ നന്മയുടെ വിജയാഘോഷമായതിനാൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന തിന്മകളെ ഉന്മൂലനം ചെയ്യാൻ എല്ലാവർക്കും സാധിക്കട്ടെയെന്ന് ഉപരാഷ്ട്രപതി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. സന്തോഷവും നല്ല ആരോഗ്യവും സമൃദ്ധിയും നൽകി ദുർഗാദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസിച്ചു. ഇന്ന് മഹാനവമി. ഇത്തവണ മഹാനവമി കഴിഞ്ഞ് ഒരു ദിവസം കൂടി കഴിഞ്ഞാണ് വിജയദശമി. തിങ്കളാഴ്ച രാവിലെയാണ് വിദ്യാരംഭം. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ നവരാത്രി ആഘോഷം ഒഴിവാക്കി ആചാരപരമായ ചടങ്ങുകൾ മാത്രമാണ് ക്ഷേത്രങ്ങളിൽ നടക്കുന്നത്. ദുർഗാഷ്ടമി ദിവസമായ ഇന്നലെ ക്ഷേത്രങ്ങളിലും സ്ഥാപനങ്ങളിലും പൂജവയ്പ് നടന്നു. നവരാത്രി ദിനത്തോടനുബന്ധിച്ച് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകൾ നാളെ നടക്കും. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം നവരാത്രി രഥോത്സവം നടക്കും. രഥപൂജയ്ക്ക് ശേഷം ക്ഷേത്ര മതിലകത്ത് പുഷ്പാലങ്കൃതമായ രഥത്തിലേറ്റി ദേവീ വിഗ്രഹം എഴുന്നള്ളിക്കുന്ന ചടങ്ങാണിത്. തുടർന്ന് നവാക്ഷരി കലശം കൊണ്ട് അഭിഷേകം നടക്കും. രഥോത്സവ ചടങ്ങുകൾക്ക് മുഖ്യതന്ത്രി രാമചന്ദ്ര അടിക നേതൃത്വം വഹിക്കും. വിജയദശമി ദിനത്തിൽ വിദ്യാരംഭ ചടങ്ങുകൾക്ക് ശേഷം ഉച്ചയ്ക്ക് 12:30 പുത്രി നിവേദ്യ സമർപ്പണം നടക്കും. കേരളത്തിലെ മറ്റൊരു പ്രധാന ക്ഷേത്രമായ കോട്ടയം പനച്ചിക്കാട് ക്ഷേത്രത്തിലും മഹാനവമി ചടങ്ങുകൾ നടന്നു. വിശദാംശങ്ങളുമായി ടോമി മാങ്കൂട്ടം ചേരുന്നു. നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി ജില്ലയിലെ ക്ഷേത്രങ്ങളിലും വീടുകളിലും പൂജവയ്പ് ചടങ്ങുകൾ നടന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ലളിതമായ രീതിയിലായിരുന്നു പൂജവയ്പ്. കളരികളിലും സ്ഥാപനങ്ങളിലും ഇന്നലെ സന്ധ്യയോടെ ചടങ്ങുകൾ നടന്നു. ഗ്രന്ഥപൂജയോടൊപ്പം ആയുധപൂജയുടെയും വേളയാണ് നവരാത്രി. പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിലെ പൂജവയ്പ്പിന് മുന്നോടിയായി ഗ്രന്ഥമെഴുന്നള്ളിപ്പ് നടന്നു. ഘോഷയാത്ര ഒഴിവാക്കി പ്രതീകാത്മകമായി ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ പ്രദക്ഷിണം നടത്തി. സരസ്വതി സന്നിധിയിൽ പ്രത്യേകമൊരുക്കിയ മണ്ഡപത്തിലായിരുന്നു പൂജവയ്പ്. ഇന്ന് മഹാനവമി, നാളെയും അടച്ചുപൂജ തുടരും. 26-ന് വിജയദശമിയും വിദ്യാരംഭവും. പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിലെ സരസ്വതി മണ്ഡപത്തിൽ തിങ്കളാഴ്ച നടത്തുന്ന വിദ്യാരംഭ ചടങ്ങുകൾ കോവിഡ് മാനദണ്ഡം അനുസരിച്ച് പുലർച്ചെ 4 മുതൽ ഉച്ചകഴിഞ്ഞ് 2 വരെയാണ്.
പേരുകൾ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത 700 പേർക്ക് മാത്രമാവും ഇത്തവണ പ്രവേശനം. ആചാര്യന്മാരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് രക്ഷിതാക്കൾക്ക് തന്നെ കുട്ടികളെ എഴുത്തിനിരുത്താം. അഴിമതി പുറത്തുവരുമെന്ന ഭയമാണ് സംസ്ഥാന ഗവൺമെന്റിനുള്ളതെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ. തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാരിന്റെ അനുവാദം ആവശ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അഴിമതി നിരോധന നിയമം അനുസരിച്ചിട്ടുള്ള കേസുകളാണ്. സംസ്ഥാന സർക്കാർ ഈ മുൻകൂർ അനുവാദം പിൻവലിക്കുന്നു എന്നുള്ള ഒരു തീരുമാനം, അതിനർത്ഥം അഴിമതി ഉൾപ്പെടെയുള്ള കേസുകളിൽ സംസ്ഥാന സർക്കാർ ഇനി മുതൽ CBIക്ക് അനുവാദം കൊടുക്കുന്നതിന് മുൻപേ ഒരു രാഷ്ട്രീയ തീരുമാനം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നാണ്. ഈ രാഷ്ട്രീയ പ്രേരിതം എന്നുള്ളത് മലയാളികളെ വിഡ്ഢികളാക്കാൻ സാധിക്കില്ല എന്ന്, രാഷ്ട്രീയ പ്രേരിതം എന്നുള്ള വാദമുന്നയിച്ചുകൊണ്ട് മലയാളികളെ വിഡ്ഢികളാക്കാൻ സാധിക്കില്ല എന്ന് മാർക്സിസ്റ്റ് പാർട്ടി ഇത്രയും കാലം കൊണ്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ ഇനിയെങ്കിലും മനസ്സിലാക്കണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. CBIയെ നേരിട്ട് കേസെടുക്കുന്നതിൽ നിന്ന് തടയാനാകില്ലെന്നും ശ്രീ വി മുരളീധരൻ പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റ് CBI അന്വേഷണത്തെ ഭയപ്പെടുന്നതായി KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രിയും CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും കേന്ദ്ര ഏജൻസിയെ ഇപ്പോൾ എതിർക്കുന്നത് എന്തിനാണെന്ന് വ്യക്തമാക്കണം. കോൺഗ്രസിന് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിൽ വിശ്വാസമുണ്ടെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ആരംഭിച്ച ട്രോമ കെയർ യൂണിറ്റിന്റെ ഉദ്ഘാടനം മന്ത്രി KK ശൈലജ നിർവഹിച്ചു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ചടങ്ങിൽ അധ്യക്ഷനായി. ജില്ലയുടെ ആതുര സേവന രംഗത്ത് അഭിമാനകരമായ പങ്ക് വഹിക്കുന്ന ജില്ലാ ആശുപത്രിയുടെ ദീർഘകാല സ്വപ്നങ്ങളിലൊന്നായിരുന്നു അത്യാധുനിക സൌകര്യങ്ങളോടെയുള്ള ട്രോമ കെയർ യൂണിറ്റ്. മാറ്റുക നമ്മൾ ഉദ്ദേശിച്ചത് അവ പേഷ്യന്റ് ഫ്രണ്ട്ലി ആക്കി മാറ്റുക, രോഗി സൗഹൃദമാക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഈ നാട്ടിലെ സാധാരണക്കാർക്ക് ഉപയോഗപ്രദമായിരിക്കണം എന്നാണ് ഈ ഗവൺമെന്റ് ആലോചിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ തുടങ്ങിയ വർദ്ധിച്ചുവരുന്ന റോഡ് അപകടങ്ങളും മറ്റ് അടിയന്തര സാഹചര്യങ്ങളും പൂർണ്ണമായും കൈകാര്യം ചെയ്യാനുതകുന്ന എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയ ട്രോമ കെയർ യൂണിറ്റാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. സ്വർണ്ണവില കുറഞ്ഞു. പവന് 80 രൂപ കുറഞ്ഞ് 37,600 രൂപയും ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 4,700 രൂപയുമാണ് ഇന്നത്തെ വില. ഇടുക്കിയിലെ കൊരങ്ങാട്ടി ആദിവാസി ഗ്രാമത്തിലെ മാതൃകാ കർഷകനാണ് ജോൺ. ഒരു കാൽ അപകടത്തിൽപ്പെട്ട് നഷ്ടമായെങ്കിലും ജോണിന്റെ കാർഷിക ജോലികൾക്ക് അത് തടസ്സമാകുന്നില്ല. ഒരു റിപ്പോർട്ട്. ഒറ്റക്കാലിൽ കൃഷിയിടത്തിലൂടെ ഇഴഞ്ഞു നീങ്ങി ഡോൺ കാർഷിക ഗവേഷണത്തിലാണ്. പുതിയ ഇനം കുരുമുളക് ചെടി വികസിപ്പിച്ചെടുക്കാനുള്ള പരിശ്രമത്തിലാണിപ്പോൾ. മുറിച്ചു മാറ്റപ്പെട്ട കാലിനെ ഓർത്ത് വിലപിക്കാതെ കൃഷിയിടത്തിൽ നീന്തി നടന്ന് എല്ലാ കാർഷിക ജോലികളും ചെയ്യാൻ ഈ കർഷകൻ തയ്യാറാണ്. ഇടുക്കിയിലെ കൊരങ്ങാട്ടി ആദിവാസി ഗ്രാമത്തിലെത്തിയാൽ ജോണിന്റെ കാർഷിക ജോലികൾ നമുക്ക് വിസ്മയം പകരും. കുരുമുളകും ഏലവും നെല്ലും പരിപാലിക്കാൻ മറ്റാരുടെയും സഹായം വേണ്ട. വീട്ടിൽ നിന്നും വയക്കറിൽ കൃഷിയിടത്തിലേക്ക് ഒറ്റക്കാലിൽ ചാടിയെത്തും. പിന്നെ നിലത്തിറങ്ങി ഓരോ വിളകളുടെ അരികിലേക്കും ഇഴഞ്ഞെത്തും. നിലമൊരുക്കുന്നതും വളമിടുന്നതും ഗ്രാഫ്റ്റിംഗ് അടക്കമുള്ള ജോലികളും ഒറ്റയ്ക്ക് ചെയ്യും. 2017 ഒക്ടോബർ മാസം 2-ാം തീയതി ജീപ്പിൽ മലയിറങ്ങുന്നതിനിടയിലുണ്ടായ അപകടത്തെ തുടർന്നാണ് ജോണിന്റെ ഒരു കാൽ മുറിച്ചു മാറ്റപ്പെട്ടത്. 6 മാസക്കാലം കിടപ്പിലായിരുന്നു. പിന്നീട് വിധിയെ പഴിക്കാതെ കൃഷിയിടത്തിലേക്ക് ഇറങ്ങി. ഇപ്പം പറമ്പിൽ ഇറങ്ങി കൊടി ഗ്രാഫ്റ്റ് ചെയ്യുക, പുതിയ കൊടികൾ നട്ടുവയ്ക്കുക, തെങ്ങിന്റെ ചുവടുകൾ ഇളക്കി വളം, കൃത്രിമ വളം ഉപേക്ഷിച്ചുകൊണ്ട് ജൈവവളങ്ങളുടെ പ്രയോഗം നടത്തുന്നത്, ഏലത്തിന്റെ കൃഷി ചെയ്യുക, ഇത് വേണ്ട സകലവിധമായ കൃഷികളും. കണ്ടത്തിൽ ഇറങ്ങി കൂടുതൽ ചെളിയിലോട്ട് ഇറങ്ങി പോകാൻ പറ്റത്തില്ല. അതിന് കണ്ടത്തിന്റെ സൈഡിൽ നെല്ല് ചെറുതായിരിക്കുന്ന സമയത്ത് ഞാൻ ഇരിക്കുന്ന സ്റ്റൂള് കണ്ടത്തിൽ താഴ്ന്നു പോകില്ലാത്ത ഭാഗങ്ങളിൽ ഇറക്കി കണ്ടത്തിലെ കളയെടുപ്പ് പോലും നടത്തുന്നുണ്ട്. 62-കാരനായ PG ജോൺ പുളിയമ്മാക്കൽ ഗ്രാമവാസികളുടെ ജോൺ സാറാണ്. 4 പതിറ്റാണ്ട് മുമ്പ് മുതൽ ഈ ഗോത്രഗ്രാമത്തിലെ കാർഷിക ജോലികളിൽ എല്ലാവർക്കും മാതൃകയായ കർഷക കുടുംബത്തിൽ നിന്ന് സർക്കാർ ജോലി നേടിയയാൾ കൂടിയാണ് ജോൺ. തിരുവല്ല ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കലിൽ ജോലി ചെയ്തിരുന്ന ഇദ്ദേഹം സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം മുഴുവൻ സമയവും കാർഷിക ജോലികളിൽ ഏർപ്പെട്ടു. ഇതിനിടെയാണ് അപകടമുണ്ടായത്. ഒരു കാൽ നഷ്ടമായെങ്കിലും മനക്കരുത്തിന്റെ പിൻബലത്തിൽ വീണ്ടും ജോൺ ഫുൾ ടൈം കൃഷിയിലാണ്. ആന്റണി മുനിയറ, ദൂരദർശൻ ന്യൂസ്, ഇടുക്കി.
സുഡാൻ ഇസ്രായേൽ ബന്ധം സാധാരണ നിലയിലാക്കാൻ ധാരണയിലെത്തിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായും സുഡാൻ സൈനിക കൌൺസിൽ തലവൻ അബ്ദുൽ ഹത്താഫ് അൽ ബുർഹാനുമായും ടെലിഫോണിൽ ബന്ധപ്പെട്ട ശേഷമാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത്. അമേരിക്കയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ സുഡാൻ ശ്രമിക്കുന്നതിനിടെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം. അതേസമയം ഇസ്രായേലുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കാനുള്ള സുഡാന്റെ തീരുമാനം പലസ്തീൻ ജനതയോടുള്ള വഞ്ചനയാണെന്ന് പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ മുതിർന്ന ഉദ്യോഗസ്ഥൻ വാസൽ അബു യൂസഫ് കുറ്റപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഗുജറാത്തിന്റെ സമഗ്ര വികസനത്തിനുള്ള 3 പ്രധാന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. കോവിഡ് പ്രതിരോധ മാർഗ്ഗങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി നരേന്ദ്രമോദി. അംഗീകാരം ലഭിക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കിയാൽ കോവിഡ് പ്രതിരോധ വാക്സിൻ അടുത്ത വർഷം ജൂണിനകം തയ്യാറാകുമെന്ന് ഭാരത് ബയോടെക്. അടുത്ത മാസം നടക്കുന്ന 3ാംഘട്ട പരീക്ഷണത്തിൽ 26,000 പേർ പങ്കെടുക്കും. രാജ്യത്ത് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം കുറയുന്നു. അടുത്ത 3 മാസം നിർണായകമെന്ന് കേന്ദ്രം. മരിച്ച കോവിഡ് രോഗിയുടെ മുഖം അവസാനമായി കാണാൻ അനുവദിക്കുമെന്ന് കെ ശൈലജ. ഐക്യരാഷ്ട്രസഭയുടെ 75ാം വാർഷികം ഇന്ന്. കോവിഡ് മഹാമാരിയെ അതിജീവിക്കാൻ കൂട്ടായ പരിശ്രമം ത്വരിതപ്പെടുത്തണമെന്ന് വാർഷിക സന്ദേശത്തിൽ UN സെക്രട്ടറി ജനറൽ. സിബിഐയെ നേരിട്ട് കേസെടുക്കുന്നതിൽ തടയാനാകില്ലെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ. സംസ്ഥാന ഗവൺമെന്റ് സിബിഐ അന്വേഷണത്തെ ഭയപ്പെടുന്നതായി മുല്ലപ്പള്ളി രാമചന്ദ്രൻ. സുഡാൻ ഇസ്രായേൽ ബന്ധം സാധാരണ നിലയിലാക്കാൻ ധാരണയായതായി US പ്രസിഡന്റ്. ധാരണ പലസ്തീൻ ജനതയോടുള്ള മറ്റൊരു വഞ്ചനയെന്ന് PLO. ഈ വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ദൂരദർശൻ വാർത്തകൾ യൂട്യൂബിൽ തത്സമയം ലഭ്യമാണ്. കോവിഡ് മഹാമാരിയെ നമുക്ക് ഒരുമിച്ച് പ്രതിരോധിക്കാം. മുൻകരുതൽ വർദ്ധിപ്പിക്കൂ. മാസ്ക്, സാമൂഹിക അകലം എന്നിവ ശീലമാക്കൂ. പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്. നമസ്കാരം.